എറണാകുളത്ത് വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പലയിടങ്ങളിലും എണ്ണി തുടങ്ങി വരുന്നതേ ഉള്ളൂ. എറണാകുളത്തെ വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങിയിരിക്കുന്നു. പോസ്റ്റൽ വോട്ടുകളിൽ അവിടെ നേരിയ ലീഡ് 100 സാലി അത് അങ്ങനെ നോക്കിയത് അക്കാര്യങ്ങൾ തരികയുള്ളൂ എന്നുള്ളത് കൂടി പറയട്ടെ. അപ്പോൾ എറണാകുളത്തെ വിവരങ്ങളാണ് സാലി ഇപ്പോൾ സൂചിപ്പിച്ചത്. മെഷീൻ എണ്ണി തുടങ്ങി വോട്ടെണ്ണൽ അവിടെ ആ നിലയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലത്തിൽ നിന്നും ഇങ്ങനെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടിയുണ്ട്. സ്വാഭാവികമായി ഈ പോസ്റ്റൽ വോട്ടുകൾക്കപ്പുറത്തേക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതോടുകൂടി ഈ ലീഡ് നില എങ്ങോട്ടും എങ്ങനെയും മാറിമറിയാം എന്നുള്ളതാണ്. സ്ട്രൈക്ക് റേറ്റിൽ പോവുകയാണ് ഡീൻ കുര്യാക്കോസ്. 4400 ലീഡ് ഉയർത്തുകയാണ് ഡീൻ. ആദ്യ പോസ്റ്റലിൽ നിന്ന് വോട്ടിംഗ് മെഷീനിലേക്ക് പോകുമ്പോഴും ആ ലീഡ് നിലനിർത്തി ഡീനിന് ഇടുക്കിയിൽ പോകാനാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൂചനയായി തോന്നുന്നത്. കർണാടകയിൽ NDA മുന്നിൽ എന്നുള്ളത് കോൺഗ്രസിനെ നിരാശപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കർണാടകയിൽ NDA മുന്നിൽ 19 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു. 3 സീറ്റുകളിൽ മാത്രമാണ് അവിടെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. അമേഠിയിൽ സ്മൃതി ഇറാനി ലീഡ് ചെയ്യുന്നു എന്നതും ഇതിന്റെ കൂടെയുണ്ട്. കനൌജിൽ അഖിലേഷ് യാദവ് ലീഡ് ചെയ്യുന്നു എന്നതും ഈ കൂട്ടത്തിൽ ചേർക്കേണ്ടത് തന്നെയാണ്. റൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ മണ്ഡലങ്ങളിലേക്ക് തിരികെ വന്നാൽ തരൂരിന്റെ ലീഡ് 1000 കടന്നു. അത് വളരെ വളരെ പ്രധാനം. അത് മാറി മറിയുന്നുണ്ട് അവിടെ. ഇപ്പോൾ 2ാം സ്ഥാനത്ത് NDA ആണ്. രാജീവ് ചന്ദ്രശേഖർ ആണ്. തരൂരിന്റെ ലീഡ് 1000 കടന്നു. 1002 വോട്ടുകൾ. തരൂര് 1002 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലായിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട മുന്നിലാണ് എന്നുള്ള വിവരം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് പാലക്കാട്ടെ ലീഡ് LDF നിലനിർത്തി പോവുകയാണ്.